പൊതുമരാമത്ത് വകുപ്പിനും സലാം MLA-ക്കുമെതിരെ പരോക്ഷ വിമർശനവുമായി മുതിർന്ന CPIM നേതാവ് G. സുധാകരൻ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അമ്യൂണിറ്റി സെന്റർ സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പണം അനുവദിച്ചതിനെതിരെയാണ് വിമർശനം. ഒരു ദേവാലയത്തിനും പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ല എന്ന് G. സുധാകരൻ കുറ്റപ്പെടുത്തി. ദേവസ്വം ബോർഡുണ്ട്, അവർക്ക് പൈസയുടെ കുറവുണ്ടെങ്കിൽ സർക്കാരിനോട് ചോദിക്കാം. സർക്കാരിന് ദേവസ്വം ബോർഡിന് പൈസ കൊടുക്കാം, നേരിട്ട് ക്ഷേത്രത്തിന് പൈസ കൊടുക്കാൻ സർക്കാരിന് അധികാരമില്ല. നാളെ ഏത് മുസ്ലിം പള്ളി ചോദിക്കില്ലേ, ക്രിസ്ത്യൻ പള്ളി ചോദിക്കില്ലേ, കൊടുക്കാൻ പറ്റുമോ? അമ്പലങ്ങൾ സ്ഥാപിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്, സർക്കാരിൻ്റെ ജോലിയാണ്. അല്ല, അത് ജനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ സ്ഥാപിക്കാം. അങ്ങനെ സ്വതന്ത്രമായി നടന്നു വരുന്ന കാര്യത്ത് പുരോഗമനമെന്ന് പറയുന്ന ഈ കാലത്ത് ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഭരണഘടനാപരമായ ഒരു മതത്തിലെയും ഒരു ക്ഷേത്രത്തിനും ഒരു ദേവാലയത്തിനും പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ല. കാരണം സർക്കാരിന് മതമില്ല. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിനി, പൊതുമരാമത്ത് വകുപ്പിനെതിരെയോ സലാമിനെതിരെയോ ഒക്കെ G. സുധാകരൻ വിമർശനം ഉന്നയിക്കുന്ന ആദ്യമായല്ല, നേരത്തെയൊക്കെ അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളതാണ്. വീണ്ടും വിമർശനം തുടരുന്നുണ്ട് G. സുധാകരൻ. എന്താണ് വിവരങ്ങൾ? അശ്വിൻ പാലാഴി. സലാം MLA-യുടെ ആവശ്യപ്രകാരമാണ് പൊതുമരാമത്ത് വകുപ്പ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് 6 കോടി രൂപ അനുവദിച്ചത്. അത് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ ഒരു അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കാനും ഒപ്പം സ്റ്റേജ് അടക്കമുള്ള മറ്റേ കാര്യങ്ങൾ നിർമ്മിക്കാനും വേണ്ടിയാണ്. ഈ അമ്യൂണിറ്റി സെന്റർ 17,300 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായാണ് നിർമ്മിക്കുന്നത്. അതിൽ ആകെ 19 ഡീലക്സ് റൂമുകളും 2 സ്യൂട്ട് റൂമുകളുമാണ് ഉള്ളത്. അങ്ങനെ അവിടെ ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി താമസിക്കാൻ ഉതകുന്ന ഒരു അമ്യൂണിറ്റി സെന്ററാണ് പണിയുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ G. സുധാകരൻ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ SNDP നടത്തിയ ഒരു പരിപാടിയിലാണ് പ്രസംഗത്തിൽ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ക്ഷേത്രങ്ങൾക്ക്, ഒരു ദേവാലയത്തിനും പണം മുടക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നുള്ളതാണ് G. സുധാകരൻ പറയുന്നത്. ക്ഷേത്രത്തിന് നൽകണമെങ്കിൽ അത് സർക്കാർ നൽകേണ്ടത് ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം ബോർഡാണ് ഈ പണം ചെലവഴിക്കേണ്ടത് എന്ന് പറയുന്നു. നാളെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ദേവാലയമോ മുസ്ലിം പള്ളികളോ ഇങ്ങനെ സൗകര്യങ്ങൾ ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കാൻ സർക്കാരിനാവുമോ എന്നും G. സുധാകരൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ നിലവിൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് നേരിട്ട് പണം അനുവദിച്ചതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. അതൊരു വിവാദമായി മാറുകയുമാണ്. അറിയിച്ചത്.